നഗരത്തിന്റെ തിരക്കൊഴിഞ്ഞ ഒരു തെരുവ്. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ് ബോധരഹിതനായി വീണ അർജുൻ തന്റെ ശരീരത്തിലെ വേദനയിൽ പുളഞ്ഞ് പതുക്കെ കണ്ണു തുറന്നു. അവൻ സ്വയം കണ്ടത് കാടുപിടിച്ച് തകർന്നടിഞ്ഞ ഒരു പഴയ കെട്ടിടത്തിനുള്ളിലാണ്. ഒരു മെഴുകുതിരിയുടെ നേരിയ വെളിച്ചത്തിൽ അവന്റെ അരികിൽ ദേവയാനി ഇരിക്കുന്നുണ്ടായിരുന്നു. ദേവയാനിയുടെ കൈകളിൽ ഇളം ചൂടുള്ള ഒരു തുണിയും ആയുർവേദ മരുന്നിന്റെ മണവുമുണ്ടായിരുന്നു. അവൾ അതീവ ശ്രദ്ധയോടെ അവന്റെ നെറ്റിയിലെ മുറിവ് തുടയ്ക്കുന്നു. അർജുന്റെ കണ്ണുകൾ അവളുടെ സൗന്ദര്യത്തിൽ ഉടക്കി നിന്നു. ഞാൻ എവിടെയാണ്? ആരാണ്? എങ്ങനെ? ശാന്തനാകൂ അർജുൻ. പേടിക്കേണ്ട. നിങ്ങളെ ഉപദ്രവിച്ചവർ ഇനി ഇവിടെ എത്തില്ല. അവരെ ഞാൻ ഒഴിവാക്കി. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു പറ്റം ഗുണ്ടകളോട് ഏറ്റുമുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർക്കുന്നു, 6 പേരുണ്ടായിരുന്നു. അവർ തെറ്റ് കണ്ടാൽ പ്രതികരിക്കാതിരിക്കാൻ എനിക്കാവില്ല. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് അവരെ നേരിട്ടത്? നിങ്ങൾ ഒരു അത്ഭുത ശക്തിയാണോ? അതെ, ഒരുതരം അത്ഭുത ശക്തി. എന്റെ ശക്തി രാത്രിയിൽ മാത്രമേ പുറത്തുവരൂ. ഇനി പേടിക്കേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. അവളുടെ മറുപടി അർജുനിൽ ആകാംക്ഷയും ഭയവും ഒരേ സമയം നിറച്ചു. അവളെ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം അപ്പോൾ തന്നെ അവന്റെ മനസ്സിൽ മുട്ടിട്ടു. അർജുന്റെ നിർബന്ധപ്രകാരം ദേവയാനി അവനോടൊപ്പം റെസ്റ്റോറന്റിൽ അത്താഴത്തിനു വന്നിരിക്കുന്നു. സാധാരണയായി രാത്രിയിൽ മാത്രം പുറത്തിറങ്ങുന്ന അവൾ സന്ധ്യ കഴിഞ്ഞ ഉടനെ പുറത്തിറങ്ങിയതിൽ അർജുന് വലിയ സന്തോഷമുണ്ടായിരുന്നു. ദേവയാനി, നിങ്ങൾക്കെന്താ കഴിക്കാനെടുക്കേണ്ടത്? ഇവിടുത്തെ ഫിഷ് മോളി കേമമാണ്. അതുമല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് എടുക്കാം. വേണ്ട അർജുൻ, നിങ്ങൾ കഴിക്കൂ. എനിക്ക് ഇപ്പോൾ വിശക്കുന്നില്ല. സത്യത്തിൽ എനിക്ക് ഈ ഭക്ഷണങ്ങൾ അത്ര ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്നോ? കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങൾ ഒന്നും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പഴങ്ങളോ മധുരപലഹാരങ്ങളോ ഒരു ചായ പോലും. ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ ദേവയാനി. എന്റെ ആരോഗ്യം അത് വേറെ ചില കാര്യങ്ങളിലാണ്. എനിക്ക് വേണ്ടത് ഈ ഭക്ഷണം അല്ല അർജുൻ. നിങ്ങൾ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. ഒരു ഭീകരമായ സത്യം. നിങ്ങൾ എപ്പോഴും രാത്രിയിലാണ് പുറത്തുവരുന്നത്, ഭക്ഷണം കഴിക്കുന്നില്ല, സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ ഒരുതരം ഭയമുണ്ട്. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഒരു അസുഖമാണോ? മതി, നമുക്ക് പോകാം. എനിക്ക് ഇവിടെ ഇരിക്കുന്നത് ശരിയാവുന്നില്ല. ദയവായി ചോദ്യങ്ങൾ ചോദിക്കരുത്. എല്ലാം സമയം ആകുമ്പോൾ ഞാൻ പറയാം. എന്നെ വിട്ടുപോകരുത്. നിങ്ങൾ ആരായാലും എന്തായാലും എനിക്ക് നിങ്ങളെ വേണം. അവളുടെ മറുപടി ഒരു മൗനം മാത്രമായിരുന്നു. ദേവയാനി, എവിടെയായിരുന്നു നിങ്ങൾ? ഇന്നലെ രാത്രി വന്നില്ല. എനിക്ക് വലിയ വിഷമമായി. നിങ്ങൾ എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? അർജുൻ, നിങ്ങൾ ഇവിടെ വരേണ്ടിയിരുന്നില്ല. എന്നെ തനിച്ചാക്കണം. ഓ മൈ ഗോഡ്. എനിക്ക് ദേവയാനി കണ്ണു ഇപ്പോൾ തുറക്കൂ. സംസാരിക്കാൻ കഴിയില്ല. ഞാൻ ഡോക്ടറെ വിളിക്കാം. ആ സമയം പാർക്കിലെ മരങ്ങൾക്കിടയിലൂടെ കടുത്ത സൂര്യരശ്മി അവളുടെ മുഖത്തേക്ക് പതിച്ചു. അത് ഒരു സാധാരണ വെളിച്ചമല്ല, ഒരു തീപ്പൊരി പോലെ അവളെ പൊള്ളിക്കുന്നതായി തോന്നി. ആഹ്! അവളുടെ ശരീരം ഒരു വൈദ്യുതാഘാതം ഏറ്റതുപോലെ വിറച്ചു. അവൾ വേഗം ഇരുട്ടിലേക്ക്, കെട്ടിടങ്ങളുടെ തണലിലേക്ക് ഓടി മറയാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും അവളുടെ കാൽമുട്ടുകൾക്ക് ശക്തി ഇല്ലാതായി. അവൾ തലകറങ്ങി ശക്തിയായി നിലത്തു വീണു. അവൻ ഓടിച്ചെന്ന് അവളെ കൈകളിലെടുക്കാൻ ശ്രമിച്ചു. ഇരുട്ട്. എന്നെ ഇരുട്ടിൽ കൊണ്ടുപോകൂ. വെളിച്ചം എന്റെ ശക്തിയെ നശിപ്പിക്കുന്നു. അർജുൻ കൂടുതലൊന്നും ആലോചിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളെ വാരിയെടുത്തു. അവൻ അവളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ പതുക്കെ അവളുടെ വിരയിൽ നിന്നു. അവളുടെ ശ്വാസം സാധാരണ നിലയിലേക്ക് വന്നു. ആ നിമിഷം അർജുൻ അവളെ നോക്കി. ഭയത്തേക്കാൾ ഉപരി സത്യം അറിയാനുള്ള നിശ്ചയദാർഢ്യം അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു. ദേവയാനി, എനിക്ക് നിങ്ങളോടുള്ള ഈ അടുപ്പം ഒരു സുഹൃത്തെന്നതിലുപരിയാണ്.
എന്റെ ജീവിതത്തിൽ ഇത്ര ധീരയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്റെ കൂടെ എന്നും ഉണ്ടാകണം. എനിക്കറിയാം നിങ്ങൾ വ്യത്യസ്തയാണ്, എങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലേ? അർജുൻ, എന്റെ കൂടെയുള്ള ജീവിതം നിനക്കൊരു ശാപമായിരിക്കും. നീ അറിയണം ഞാൻ ആരാണെന്ന്. ഈ മരം കണ്ടോ അർജുൻ? നൂറ്റാണ്ടുകളായി ഇതാണ് എന്റെ വീട്. മനുഷ്യരൂപം ധരിച്ച് ഈ നഗരത്തിൽ ഞാൻ അലഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ഞാൻ നിന്നെ രക്ഷിച്ചത് എന്റെ ഉള്ളിലെ മനുഷ്യത്വം പൂർണ്ണമായി മരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ എന്റെ നിലനിൽപ്പ് മനുഷ്യനുമായി ബന്ധമില്ലാത്ത മറ്റൊന്നാണ്. ഞാനൊരു യക്ഷിയാണ് അർജുൻ. പകൽ ഞാൻ നിന്റെ ലോകത്ത് ഒരു നിഴൽ മാത്രമാണ്. രാത്രിയിൽ എന്റെ ദാഹത്തെ നിയന്ത്രിക്കുന്ന ഒരു മാന്ത്രികമാണ് ഈ മനുഷ്യരൂപം. നിന്നെ പ്രണയിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയായിരുന്നു. കാരണം നിന്റെ മനുഷ്യരക്തമാണ് എന്റെ ദാഹം. അർജുൻ ഭയന്നു വിറച്ചു. എന്നാൽ ആ ഭയത്തിലും അവളോടുള്ള തീവ്രമായ പ്രണയം ഒരു കവചം പോലെ അവനെ സംരക്ഷിച്ചു. നീ ഒരു യക്ഷിയാണെങ്കിൽ പോലും നമ്മുടെ പ്രണയം, എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ കഴിയില്ല. നമ്മുടെ പ്രണയം നടക്കില്ല അർജുൻ. എന്റെ വിശപ്പ് നിയന്ത്രിക്കാൻ എനിക്ക് അധികനാൾ കഴിയില്ല. ഒരു ദിവസം ഞാൻ നിന്നെ ഉപദ്രവിക്കും. നിന്നെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. എന്റെ ശക്തിക്ക് ഞാൻ വഴിപ്പെടാതിരിക്കാൻ നീ ഇപ്പയാൾ എന്റെ കൺമുന്നിൽ നിന്നും പോകണം. ഓടി രക്ഷപ്പെടുക. എന്റെ മനസ്സ് മാറുന്നതിനു മുൻപ്. ദയവായി ജീവനോടെ തിരിച്ചു പോവുക. യക്ഷി ആ പാലമരത്തിനു ചുവട്ടിൽ ഒറ്റപ്പെട്ട് ദുഃഖിതയായി നിന്നു. അവളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവൻ രക്ഷിക്കാൻ അവൾക്ക് അവളുടെ ഏക പ്രണയം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടിവന്നു. പിന്നീട് ഒരിക്കലും അർജുൻ അവളെ കണ്ടിട്ടില്ല. അവൻ നഗരം മാറി ഒരു സാധാരണ ജീവിതം നയിച്ചു. എങ്കിലും ഓരോ രാത്രിയും അവന്റെ ഓർമ്മകളിൽ ഇരുട്ടിലെ ആ രക്ഷകയുടെ മുഖവും നിഷേധിക്കപ്പെട്ട പ്രണയത്തിന്റെ വേദനയും ഒരു ശാപം പോലെ ബാക്കിയായി. ഇതുവരെ കണ്ടതിനു നന്ദിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.